അസ്സലാമു അലൈക്കും. റീനു, എനിക്ക് എനിക്ക് വേണം അവനെ. നീ അവന് തരൂലേ? നീ എന്ത് ഭ്രാന്താണ് പറയുന്നത് ഷെറിൻ? ആ തെണ്ടി പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? ഒരു വേശ്യയ്ക്ക് സമയമായാണ് അവൻ നിന്നെ കാണുന്നത്. കൊടും ചതിയനാണവൻ. അവൻ്റെ ആവശ്യം കഴിഞ്ഞവൻ നിന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞതാണോടി പൊട്ടിക്കാളി. നിന്റെ തലക്കകത്ത് ഒന്നുമില്ലേ? എല്ലാം അവൻ്റെ നാവിൽ നിന്ന് തന്നെ അറിഞ്ഞിട്ടും വീണ്ടും ആ വൃത്തികെട്ടവനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണോ ഷെറിനെ നീ? നിസാമിനോടുള്ള ദേഷ്യം മുഴുവനും ഉണ്ടായിരുന്നു റിൻഷിയുടെ സ്വരത്തിൽ. എന്നാൽ ഷെറിൻ്റെ വരണ്ടുണങ്ങിയ ചുണ്ടുകളിൽ ഒരു ചെറുചിരി എത്തി നിന്നു. ദേഷ്യവും വാശിയും പതഞ്ഞുയർന്നൊരു പുഞ്ചിരി. നീ എന്താണ് കരുതിയത്? അവനോടുള്ള പ്രണയമൊത്ത് അവനില്ലാതെ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അവന് വേണ്ടി വാശി പിടിക്കുന്നതെന്നോ? അവൾ എന്താണെന്ന് പറയുന്നതെന്ന് മനസ്സിലാവാതെ ഉത്കണ്ഠയോടെ അവളെ നോക്കി നിന്നു റിൻഷ. അവനോട് തോന്നിയ പ്രണയത്തിൻ്റെ ഒരംശം പോലും ഇപ്പോൾ ഈ ഷെറിൻ്റെ ഹൃദയത്തിൽ അവശേഷിക്കുന്നില്ലെറിഞ്ഞു. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അവനോടുള്ള ഇഷ്ടത്തിൻ്റെ അവസാന തരിമ്പ് പോലും നശിച്ചു പോയതാണ് അവൻ്റെ ആ വാക്ക് കേട്ട്. ഈ ഭൂമിയിൽ ഷെറിൻ ഇപ്പോൾ ഏറ്റവും വെറുക്കുന്നത് ആ വഞ്ചകനെ തന്നെയാണ്. ഷെറിൻ്റെ വാക്കുകളിൽ അറപ്പ് നിറഞ്ഞു. പിന്നെ എന്തിനാ മോളെ നീ? റിൻഷ പകപ്പ് വിട്ടുമാറാതെ ചോദിച്ചു. അതിന് മറുപടി പറയും മുൻപ് ഷെറിൻ ഒന്ന് ചിരിച്ചു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ ചിരിയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതികാരദാഹം റിൻഷ നെട്ടലോടെ തിരിച്ചറിഞ്ഞു. ആ ദ്രോഹി എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞിനെ കൊന്ന് കളഞ്ഞേക്കാനല്ലേ? ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. അവൻ്റെ അഡ്രസ്സിൽ തന്നെ എൻ്റെ കുഞ്ഞ് വളരുകയും ചെയ്യും. ഷെറിൻ്റെ വാക്കുകൾക്ക് കല്ലിനേക്കാൾ ഉറപ്പുണ്ടായിരുന്നു. നീ എന്ത് ചെയ്യാൻ പോവാ ഷെറിൻ? 4 ദിവസം കഴിഞ്ഞാലേ അവൻ്റെ വിവാഹ. അതിനിടയ്ക്ക് നീ എന്ത് ചെയ്യുമെന്നാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ? ഇനിയിപ്പോൾ നീ അവൻ്റെ വീട്ടിൽ കയറി ചെന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയാലും അവന് നിന്നെ വെച്ചേക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷെറിൻ? റിൻഷ ആകുലതയോടെ പറഞ്ഞു. നീ പേടിക്കണ്ട റിനു, ഇതൊരു തീക്കളിയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഈ കളിയിൽ പൊള്ളാൻ പോകുന്നത് നിസാമിനായിരിക്കും. അല്ലെങ്കിലും ആകെ മൊത്തം മുങ്ങി നിൽക്കുന്ന എനിക്കിനി എന്ത് നഷ്ടപ്പെടാനാണ് റിനു? റിൻഷയുടെ രക്തം വറ്റി വിളറിയതുപോലുള്ള മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഷെറിൻ. നഷ്ടങ്ങൾ മുഴുവനും അയാൾക്കായിരിക്കും. താൻ വെള്ളാരം കല്ലുകളെന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഓരോ വിലപിടിപ്പുള്ള മാണിക്യമുത്തുകളാണെന്ന് അയാൾ തിരിച്ചറിയും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അയാൾ വിലപിക്കും. ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് അയാളെ തള്ളി വീഴ്ത്താൻ പോവുകയാണ് ഞാൻ. ആ വേദനയിൽ നീങ്ങി അയാൾ ഇഞ്ചിഞ്ചായി മരിക്കുന്നത് എനിക്ക് കാണണം. ഈ ഷെറിനെ അവൻ്റെ മരണം കാണണം. അയാളുടെ പതനം കണ്ട് എനിക്ക് സന്തോഷിക്കണം. ഷെറിൻ കവിളിലൂടെ പരന്ന കണ്ണുനീർ വാശിയോടെ അമർത്തി തുടച്ച് ഒരു ഭ്രാന്തിയെപ്പോലെ ചിരിച്ചു. ഇതൊക്കെ വേണോടെ ഷെറിനെ? നിന്റെ എതിരാളെ ശക്തനാണ് കേട്ടോ. അവളെ പിന്തിരിപ്പിക്കാനുള്ള മനസ്സോടെ പറയുമ്പോൾ റിൻഷയുടെ ശബ്ദം പതിഞ്ഞുപോയി. വേണം റിനു, വേണം. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം ആ നീചൻ ചവിട്ടി അരിച്ചുകൂടാ. ചായാനൊരു തോളോ താങ്ങാൻ ഒരാളോ ഇല്ലാതാവുമ്പോഴല്ലേ ഒരാൾ കൂടുതൽ ബലവാനാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാനും ശക്തിയാണ്. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല റിനു. മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും ആരുമില്ല എനിക്കിപ്പോൾ. അത് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. റിൻഷ അവളെ ചേർത്ത് പിടിച്ചു. എന്താടി ഷെറിനെ, ഞാനില്ലടി നിനക്ക്? റിൻഷയുടെ സ്നേഹത്തിൽ കുളിർന്ന സ്വരം കേട്ടതും ഷെറിൻ ഒന്ന് തേങ്ങിപ്പോയി. വീടിനടുത്തുള്ള ചെറിയ കവലയിലെത്തിയപ്പോൾ ചാറ്റിൽ മഴ പൊഴിഞ്ഞു തുടങ്ങിയിരുന്നു. റസിയുടെ മുഖം മനസ്സിലെങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ചെറു മഴത്തുള്ളികളോട് പോലും അവന് ഇഷ്ടം തോന്നിപ്പോയി. അതെങ്ങനെയാണല്ലോ, മനോഹരമായൊരു പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് ഉള്ളതിനോടെല്ലാം പ്രണയമാണ്. പൂവിനോടും പുഴയോടും ഇളം കാറ്റിനോടും മഞ്ഞിനോടും മഴയോടും എല്ലാം ഒരിഷ്ടം. അവയ്ക്കെല്ലാം ഇത്രമേൽ ഭംഗിയുണ്ടെന്ന് അറിയുന്നത് ആ ഒരുവൾ തന്നിലേക്ക് വന്നതിൽ പിന്നെയാണല്ലോ. ചെറു മഴത്തുള്ളികളെ ചിതറിത്തെറിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാമുകൻ്റെ ചിരി പോലെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അച്ചോടാ, ആകെ നനഞ്ഞല്ലോ ഷിബി നീയെ. മഴ തോരുവോളം വല്ല പീഡികത്തിൻ്റെയിലും കയറി നിൽക്കാമായിരുന്നില്ലേ നിനക്ക്? നനവോടെ അകത്തേക്ക് കയറി വന്ന ഷിബിലിയെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന ഖുർആൻ മടക്കി വെച്ച് സ്നേഹം നിറച്ചൊരു ശാസനയോട് ചോദിച്ചു ഐഷുമ്മ. ഷിബിലി ഉമ്മയൊന്ന് നോക്കി വെറുതെ ചിരിച്ചു. ഉമ്മ, ഇടയ്ക്ക് മഴ നനയാനും രസമാണ് ഉമ്മി. മുടിയകൾക്കുള്ളിലൂടെ കൈ കടത്തി തല ചെറുതായെന്ന് കുടഞ്ഞ് മഴത്തുള്ളികളെ തെറിപ്പിച്ചു കൊണ്ടവൻ പറഞ്ഞു. രസം. മഴ നനഞ്ഞ് പനി പിടിച്ചാലും നീ ഇത് തന്നെ പറയണം കേട്ടോ ഷിബി. അവനെ നോക്കി കൃത്രിമ ദേഷ്യത്തോടെ പറയുമ്പോൾ ഐഷുമ്മയുടെ ഹൃദയം ഒന്ന് തണുത്തിരുന്നു. ആ ചുണ്ടിലേക്ക് ഒരു പുഞ്ചിരി
എത്തിയിരുന്നു. ഹാദിയുടെ മരണശേഷം ചിരിക്കാൻ പോലും മറന്ന തൻ്റെ മകനിൽ റസിയ എന്ന പെണ്ണ് വരുത്തിയ മാറ്റങ്ങൾ ഓരോന്നും ആ ഉമ്മ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി പോയെന്ന് തോന്നും അവർക്ക്. വേദനിക്കുന്ന രണ്ടുപേര് ഒരുമിച്ചായപ്പോൾ അവരുടെ ജീവിതം അതിമധുരമായി തീർന്നില്ലേ. ഇനി വൈകാതെ അവരുടെ നിക്കാഹ് നടത്തണം. റസിയയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഐഷുമ്മ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. എവിടെ മോളൂട്ടിയുടെ ഉമ്മ? ഉമ്മയുടെ അടുത്ത് നിന്നപ്പോൾ ഷിബിലിയുടെ കണ്ണുകൾ മോളൂട്ടിയെ തേടി. അവര് മേമയും മോളെ മുറിയിലുണ്ട്. ഷിബിലി വന്നതറിഞ്ഞ് ചൂടാക്കിയെടുത്ത കട്ടൻ ചായയുമായി ഹാളിലേക്ക് വരുമ്പോൾ സാബിറ ചിരിയോടെ പറഞ്ഞു. ഈ സമയത്തൊരു ചായ അവന് പതിവില്ലെങ്കിലും മഴ നനഞ്ഞു വന്നതല്ലേ എന്ന് കരുതി നേരത്തെ ഉണ്ടാക്കിയ ചായ ചൂടാക്കിയെടുത്തതാണ്. ആ തണുപ്പിൽ ഒരു ചൂടുകട്ടനാവാമെന്ന് അവനും തോന്നി. ഷിബിലി ചൂടുള്ള ചായ മുത്തി കുടിച്ച് ഗ്ലാസ് ഇത്തയുടെ കയ്യിൽ കൊടുത്ത് ചുണ്ട് അമർത്തി തുടച്ച് സ്റ്റെയർ കേസിന് നേരെ നടന്നു. നനഞ്ഞ ഡ്രസ്സ് അയച്ചു മാറ്റിയൊന്ന് ഫ്രഷായി താഴേക്ക് വന്നവൻ റസിയയുടെ റൂമിന് നേരെ നടന്നു. മോളുട്ടിയുടെ വർത്തമാനം കേൾക്കുന്നുണ്ട്. ഡോർ പതിയെ തള്ളിയതും മുസല്ല വിരിച്ച് ഇരു കൈയും മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന പെണ്ണിനെ കണ്ടവൻ്റെ ഹൃദയമൊന്ന് തുളുമ്പി. റസിയ നിസ്കാര വേഷത്തിലാണ്. കാര്യമായി എന്തൊക്കെയോ പരാതി പറയുന്നുണ്ട് റബ്ബിനോട്. ഷിബിലെ ഇരു കൈയും പിണച്ചു കിട്ടി വല്ലാത്തൊരു ഇഷ്ടത്തോടെ കണ്ണു ചിമ്മാൻ പോലും മറന്ന് അവളെ നോക്കി നിന്നുപോയി. ബെഡിലിരുന്ന് കളിക്കുന്ന മോളൂട്ടി ഷിബിലയെ കണ്ട ആഹ്ലാദത്തിൽ ഒച്ചയുണ്ടാക്കി എഴുന്നേറ്റതും കൂർപ്പിച്ച് പിടിച്ച് ചുണ്ടിന് മുകളിൽ വിരലമർത്തി. ഷ് മിണ്ടല്ലേ എന്ന് പറഞ്ഞവൻ. അതോടെ മോളൂട്ടി പമ്മി പതുങ്ങിയൊരു കാൽവപ്പോടെ അബ്ബയുടെ അടുത്തേക്ക് വന്നു. ഷിബിലി മോളൂട്ടിയെ പൊക്കിയെടുത്തു. ഒച്ചയുണ്ടാക്കല്ലേ മോളൂട്ടി, നമ്മുടെ മേമി പ്രാർത്ഥിക്കല്ലേ, ശല്യം ചെയ്യല്ലോ. ഷിബിലി കുഞ്ഞിൻ്റെ ചെവിയിൽ ചുണ്ട് ചേർത്ത് വെച്ച് സ്വകാര്യം പോലെ പറഞ്ഞു. മോളൂട്ടി മനസ്സിലായെന്ന പോലെ തലനക്കി. മോളൂട്ടി മിണ്ടൂല. മോളൂട്ടി അല്പം ഉറക്കെ തന്നെയാണ് പറഞ്ഞത്. നല്ല ആളോടാണെന്ന് പറഞ്ഞതെന്ന പോലെ ഷിബിലി അവിടെ നോക്കി മുഖം ചലിപ്പിച്ചു. റസിയെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും മോളെ എടുത്തു നിൽക്കുന്ന ഷിബിലിയെ കണ്ടു. കണ്ണുനീർ നനവുള്ള അവളുടെ മുഖം വിടർന്നത് നിമിഷനേരം കൊണ്ടാണ്. അത് ശരി, കരിയാവുന്നില്ലേ? വെറുതെ കരഞ്ഞു പിഴിഞ്ഞ് മൂപ്പർക്കൊരു സൗര്യം കൊടുക്കല്ലോ റസിയ. ഗൗരവത്തോടെ പറയുന്നവനെ കേൾക്കെ അവൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊരു പിടിയും കിട്ടാതെ റസിയുടെ കണ്ണു മിഴിഞ്ഞു. കാര്യം പഠിച്ചവനൊക്കെ തന്നെയാണെങ്കിലേ നിന്റെ കണ്ണുനീര് കണ്ട മൂപ്പർക്ക് ബോറടിച്ച് തുടങ്ങി കാണും പെണ്ണേ. ഇനിയെങ്കിലും ഒന്ന് നീ മാറ്റിപ്പിടിക്ക്. നൊമ്പരപ്പെടുത്തുന്ന കഥകൾ പറയാതെ ഇനി നീ നമ്മുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചവനോട് പറ. അവൻ കുസൃതിയോടെ പറഞ്ഞതും റസിയ അവനെ കൂർപ്പിച്ചെന്ന് നോക്കി. കളിയാക്കല്ലോ ഷിബിക്ക. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് പഠിച്ചവൻ എനിക്ക് നിങ്ങളെയും ഈ മോളെയും തന്നത് തന്നെ. റസിയ കുറുമ്പോടെ പറഞ്ഞു. അവളുടെ ദേഷ്യം പിടിച്ച മുഖം കാണാനും ചേലാണ്. ചമയമൊന്നുമില്ലെങ്കിലും ആ വട്ടമുഖത്തിന് റംസാലിലെ ചന്ദ്രികകൾ അഴക് തോന്നും. അത് ശരിയാട്ടോ മോളൂട്ടിയെ. പണ്ട് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് സുബർഗത്തിലെ ഹൂറികളെക്കുറിച്ച് കഥ പറയുമായിരുന്നു. അന്ന് തൊട്ട് നിന്റെ അബ്ബ ഹൃദയം തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പടച്ചോനെ, നാളെ നീ ഒരു ഹൂറി പെണ്ണിനെ തരണമെന്ന്. ആ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടത് കണ്ടില്ലേ? അവൻ്റെ മുഖത്തെ കുസൃതിയാണ്. റസിയുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. ലജ്ജയിലായിരുന്നു പോയവളുടെ മുഖത്തേക്ക് നോക്കിയെന്ന് കണ്ണിറുക്കിയവൻ. റസിയുടെ കണ്ണുകൾ പിടച്ചുപോയി. എന്നിട്ട് എവിതേ ഹൂരി? കുഞ്ഞിപ്പെണ്ണിന് സംശയം. സുബർഗത്തിലെ ഹൂറി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലൊരു മൊഞ്ചത്തി പെണ്ണിനെ മോളൂട്ടിക്ക് ഈ അബ്ബ കാണിച്ചു തരട്ടെ മോളൂട്ടി? നിനക്ക് കാണണ്ടേ? മോളൂട്ടിയോടാണ് ചോദ്യമെങ്കിലും വശ്യതയും കുറുമ്പും നിറഞ്ഞ അവൻ്റെ കണ്ണുകൾ റസിയുടെ മുഖത്താണ്. ആ നോട്ടം ആ പെണ്ണിനെ ഒന്നാകെ നാണത്തിലായത്താൻ ശക്തിയുള്ള നോട്ടം. അവൻ്റെ പ്രണയം നിറഞ്ഞ നോട്ടം താങ്ങാൻ കഴിയാതെ റസിയുടെ കണ്ണിലെ കൃഷ്ണമണികൾ പരിവേഷത്തോടെ ഓടിക്കളിച്ചു. കാണണം അബ്ബ, ഈ മോലൂട്ടിക്ക് ഹൂരിയെ കാണണം, കാണിച്ചു താ അബ്ബ. മോലൂട്ടി അവൻ്റെ താടിയിൽ പിടിച്ചുലച്ചുകൊണ്ട് കൊഞ്ചി. കാണിച്ചു തരട്ടെ മോളെ? ഷിബിലി വീണ്ടും കുസൃതിയോടെ ചോദിച്ചു. റസിയുടെ ഹൃദയം വല്ലാതെ തുടികിട്ടിയ നിമിഷം റസിയെ പിടക്കുന്ന കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവളുടെ പരിഭ്രമം തൊട്ടറിഞ്ഞപ്പോൾ അത്രമേൽ മനോഹരമായ ഇളം പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ തത്തിക്കളിച്ചു. ദാ അവിടെ നോക്ക്, അതാണ് അബ്ബയുടെ ഊറി, ഈ ഭൂമിയിലെ അബ്ബയുടെ സുവർഗം. ഷിബിലി റസിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും റസിയുടെ ഉടലും ഹൃദയവും ഒരുപോലെ കോരിത്തരിച്ചുപോയി. എന്തോ താൻ സ്നേഹിക്കുന്നവൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ കേൾക്കാൻ അവൾക്കും ഇഷ്ടമാണ്. ഇതുവരെ അതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. വല്ലാത്തൊരു നാണം അവളെ പൊതിഞ്ഞു. ഈ മനുഷ്യൻ എങ്ങനെയാണ് മധുരം കിനിയുന്ന വാക്കുകൾ പറഞ്ഞ് തന്നെ ഇങ്ങനെ വിവശയാക്കി കളയും? ഒരു നോട്ടം കൊണ്ട് തന്നെ നാണത്തിലാക്കി കഴിയും. റസിയെ കൃത്രിമ ഗ്രഹം വരുത്തി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അയ്യേ, ഇത് ഹൂരിയല്ലബ്ബാ,
അത് മോളൂട്ടിൻ്റെ മേമയെ ഈ അബ്ബക്ക് ഒന്നും അറിയില്ല. ഇത് ഹൂരിയൊന്നുമല്ല. മോളൂട്ടി കുഞ്ഞിക്കൈ കൊണ്ട് വാ പൊത്തി ചിരി അടക്കിക്കൊണ്ട് ഷിബിലയെ കളിയാക്കി. ആര് പറഞ്ഞു? മോളൂട്ടിക്ക് അറിയാഞ്ഞിട്ടോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഓളെ മുഖത്തിന് പനിനീർപ്പൂവിൻ്റെ മൊഞ്ചല്ലായിരുന്നു. ആ മൊഞ്ച് കാട്ടിയല്ലേ ഓള് നിൻ്റെ അബ്ബയെ വീത്തി കളഞ്ഞത്. ആന മേമി അബ്ബയെ വീത്തിയോ? പൊടുന്നുടനെ എന്തോ വലിയ ആനക്കാര്യം കേട്ടതുപോലെ ചോദിച്ചു മോളൂട്ടി. അബ്ബയെ വീത്തി എന്ന് പറഞ്ഞത് കുഞ്ഞിപ്പെണ്ണിന് അത്ര സഹിച്ചില്ല. റസിയ മോളൂട്ടിക്ക് മറുപടി കൊടുക്കാതെ ഷിബിലയെ കൂർപ്പിച്ച് നോക്കി. അങ്ങനെ നോക്കുമ്പോൾ ചെറുതായി വീർത്ത അവളുടെ ചുവപ്പ് കവളിനെ കടിച്ചെടുക്കാൻ തോന്നുന്നുണ്ട് ഷിബിലയ്ക്ക്. പരമേമേ, എൻ്റെ അബ്ബയെ മേമ വീത്തിയോ? അത്രയും സമയം റസിയുടെ കയ്യിൽ തൂങ്ങിയിരുന്ന പെണ്ണ് ഇപ്പോൾ അബ്ബാക്ക് വേണ്ടി റസിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി. ആവോ, നിന്റെ അബ്ബയോട് തന്നെ ചോദിച്ചു നോക്ക് മോളൂട്ടിയെ. എനിക്കറിയില്ല, നീ നിന്റെ അബ്ബയോട് തന്നെ ചോദിച്ചു നോക്ക്. റസിയ ചെറുതായി ചൊടിച്ചതും മോളുടെ നേട്ടം അബ്ബയുടെ നേരെയായി. പിന്നല്ല, ഓളെ കൽബിൻ്റെ മൊഞ്ചുകൊണ്ട് നിന്റെ അബ്ബ മൂക്കും കുത്തി വീണു പോയില്ലേ? കള്ളച്ചിരി കടിച്ചു പിടിച്ച് ഷിബിലി തന്നെയാണ് പെണ്ണിന് മറുപടി കൊടുത്തത്. ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിനോട് പറയുന്നത് കേട്ടില്ലേ വഷളൻ. മുസല്ലയിൽ നിന്ന് ഉയർന്ന് ബെഡിൽ കിടന്ന മോളൂട്ടിയുടെ ചെറിയ പില്ലോ അവന് നേരെ എടുത്ത് എറിഞ്ഞു റസിയ. ഷിബിലി തൻ്റെ നേരെ പറന്നു വരുന്ന തലയണയെ ചിരിയോടെ ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. അവളുടെ വിരൽത്തുമ്പ് പതിഞ്ഞ തലയണയോട് പോലും അരിഷ്ടമാണ്. ചൊടിയോടെ നിൽക്കുന്ന പെണ്ണിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചവൻ പിന്നെ ചുണ്ടു കൂർപ്പിച്ചൊരു മൊത്തവും പറത്തിവിട്ടു. അവൻ്റെ കുസൃതിയിൽ റസിയ നാണത്താൽ പൂത്തുലഞ്ഞു പോയി. എന്നിട്ട് വീണിട്ട് അബ്ബാക്ക് ഉവ്വായോ ഒവ്വായോ? മോളൂട്ടി അവൻ്റെ നെറ്റിയിലേക്ക് ആദിയോടെ തപ്പിപ്പിടിച്ച് നോക്കുന്നുണ്ട്. റസിയക്ക് ചിരി വന്നു. ആയ് മോളെ, ഇതേ നോക്കി, ഇവിടെ വീണപ്പോൾ അബ്ബയുടെ കൽബിൽ എന്തോ ഒന്ന് ഉടക്കി. ഇപ്പോൾ ഇവിടെയാക്കി സുഖമുള്ളൊരു നോവ. അവൻ ചിരി വെക്കി മുഖത്ത് ഒരു പാവ വരുത്തി നെഞ്ചിലേക്ക് കൈ അമർത്തി വെച്ച് കാണിച്ചു കൊടുത്തു. അത് പറഞ്ഞതും കുഞ്ഞിൻ്റെ മുഖം അപ്പാടെ വാടിപ്പോയി. സാരില്ല മോളൂട്ടി, ഉവ്വാവ് ഉള്ളിടത്ത് ഉമ്മ തരാല്ലോ കേട്ടോ. അബ്ബാൻ്റെ ഉവ്വാവ് വേഗം മാറും. മോളൂട്ടി അവൻ്റെ ഇടനെഞ്ചിൽ തുരുതുരെ ഉമ്മ വെച്ചു. എത്ര പിടിച്ചു വെച്ചിട്ടും ആ രംഗം കണ്ട് റസിയുടെ ചുണ്ടുകൾ പുഞ്ചിരി പൊഴിച്ചു. പിന്നെ മോളൂട്ടിയെ, അബ്ബയെ വീത്തിയ നിന്റെ മേമയ്ക്ക് നമുക്കൊരു ചെറിയൊരു ശിക്ഷ കൊടുത്താളോ മോളൂട്ടിയെ? എന്താ? അവൻ രണ്ട് ചൂട് മുൻപിലേക്ക് വെച്ച് കുസൃതിയോടെ പറഞ്ഞതും റസിയ കൂടുതൽ പരിഭ്രമിച്ചു പോയി. ആ കാലടികൾ തൻ്റെ നേർക്ക് അടുക്കും തോറും പെണ്ണിൻ്റെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. അവൻ മോളൂട്ടിയുടെ മുൻപിൽ വെച്ച് എന്തെങ്കിലും കുസൃതി കാണിക്കുമോ എന്ന് ഭയം. മോളൂട്ടിയാണെങ്കിൽ എന്ത് കണ്ടാലും കേട്ടാലും വള്ളിപ്പുള്ളി തെറ്റാതെ എല്ലാവരോടും പോയി പറഞ്ഞു കളയും. കുഞ്ഞ് ഐഷമ്മയോട് ചെന്ന് വല്ലതും പറഞ്ഞു കൊടുത്താൽ പിന്നെ അവരെ മുഖത്ത് ആരെങ്ങനെ നോക്കും? എന്നാൽ മോളൂട്ടിയാണെങ്കിലോ ആരുടെ കൂടെയാണ് ഈ സമയത്ത് നിൽക്കേണ്ടത് എന്നറിയാം. ഒരു ആശയക്കുഴപ്പത്തിലും അബ്ബയെപ്പോലെ തന്നെ അവൾക്ക് പ്രിയപ്പെട്ടതാണല്ലോ അവളുടെ മേമയും. അവൻ റസിയയെ വഴക്ക് പറയുമോ എന്നൊരു ചെറുതല്ലാത്ത ഭയമാണ് ആ കുഞ്ഞിപ്പെണ്ണിന്. ദേ ഷിബിക്ക, വേണ്ട കേട്ടോ, നിങ്ങൾക്ക് കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. അവൻ അടുത്തേക്ക് വന്നതും റസിയ പതിയെ പറഞ്ഞു. വേണ്ട, അബ്ബ മേമയെ വഴക്ക് പറയണ്ട. കാര്യത്തോട് അടുത്തപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കാലുമാറി. ആഹാ, എങ്കിൽ ശരി, എൻ്റെ മോളൂട്ടി പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പറയുന്നതിനോടൊപ്പം റസിയെ നോക്കി ഒന്ന് കണ്ണിറുക്കിയവൻ. മോളൂട്ടി പോയി സാബിമാമയോടെ നമുക്കുള്ള ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞേ. ഷിബിലി പറഞ്ഞതും റസിയെ ഒന്ന് നോക്കി ചിരിച്ച് മോളൂട്ടി തുള്ളിക്കളിച്ച് പുറത്തേക്ക് പോയി. മോളൂട്ടി കൂടി പോയതും ഈ മുറിയിൽ താനും ഷിബിക്കുകയും മാത്രമാണെന്ന തോന്നലിൽ റസിയയുടെ ഉള്ളിലൊരു പിടപ്പുണ്ടായി. ഷിബിലി നിസ്കാരവേഷത്തിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ ഇടത് കൈയിൽ പിടിച്ച് തൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ആ നീലമിഴി ആഴങ്ങളിൽ ഒളിപ്പിച്ച പ്രണയക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തോന്നി അവന്. എന്തൊരു മുഞ്ചാടി പെണ്ണെ നിന്നെ! പ്രണയാർദ്ധമായ അവൻ്റെ സ്വരം ആ പെണ്ണുടലിൽ ഒരു വിറയിലുണ്ടാക്കി. വെറുതെ പറയല്ലേ ഷിബിക്ക, നിങ്ങൾ കളിയാക്കുന്നതാ എനിക്കറിയാം. റസിയ അവൻ്റെ നെഞ്ചിൽ പതിയെ തള്ളി മുഖം കുനിച്ചു. സത്യാടി മോളെ, ഈ ഉമ്മച്ചിക്കുട്ടി എത്ര കണ്ടിട്ടും മതി വരുന്നില്ല എനിക്ക്. എത്ര നുകർന്നാലും മതി വരാത്തൊരു തേൻകരിമ്പാണ് പെണ്ണെ നീയും നിൻ്റെ സ്നേഹവും. അവൾ പിടിച്ചെടുത്ത അവളുടെ ഇടങ്കൈയിൻ്റെ പുറത്ത് വിരലാൽ ഒന്ന് തലോടി. അവളെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മുഫീദ പറഞ്ഞ വാക്കുകളും റിൻഷ എന്ന് പറഞ്ഞ സത്യങ്ങളും എല്ലാം നെഞ്ചിലേക്ക് ഒരു ചെറു നോവായി തികട്ടിയെത്തിയതും അവൻ്റെ ഹൃദയമൊന്ന് നീറി. 4 ദിവസം കൂടി കഴിഞ്ഞാൽ നിസാമിൻ്റെ നിക്കാഹാണ്. കാര്യങ്ങൾ ഇത്രത്തോളം ആയെങ്കിലും തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെണ്ണ് ഒരിക്കൽ അവൻ്റെ മഹർ ഏറ്റുവാങ്ങിയവളാണ്. അവൻ്റെ പാതിയായി ഒത്തിരി പ്രതീക്ഷകളുമായി നിസാമിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ്. നാളെ അവൻ്റെ ഈ നിക്കാഹാണെന്ന് അറിയുമ്പോൾ അവളുടെ കുഞ്ഞു മനസ്സ് വേദനിക്കുമോ? ഷിബിലിയുടെ ഉള്ളിൽ ചെറുതല്ലാത്തൊരു ആശങ്ക വിങ്ങി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞോളെ? മുഖവരി പോലെ അവൻ ചോദിച്ചതും റസിയയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു.
എന്താ എന്താ ചോദിക്കാൻ? അവൻ എന്തെങ്കിലും കുറുമ്പ് നിറഞ്ഞ കാര്യമായിരിക്കും പറയാൻ പോകുന്നതെന്ന് നിലച്ചവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. ചെയ്തത് തെറ്റായിരുന്നുവെന്ന് മനസ്സിലാക്കി തിരുത്താൻ ഒരവസരത്തിന് വേണ്ടി നിസാം വീണ്ടും യാചനയോടെ നിന്റെ മുൻപിൽ വന്നാൽ നീ അവനെ സ്വീകരിക്കുമോ കുഞ്ഞി? ആ ചോദ്യം പറഞ്ഞ് തീർത്തപ്പോഴേക്കും അവൻ്റെ തൊണ്ടയെന്ന് ഇടറിയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രിയപ്പെട്ടവൻ്റെ നാവിൽ നിന്നും നിസാം എന്ന പേര് കേട്ടതും റസിയയുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചതുപോലെയായി. ഷിബിക്ക ഇന്ന് വരെ ഇതുപോലൊരു ചോദ്യം തന്നോട് ചോദിച്ചിട്ടില്ല. നിസാം ചെയ്ത ഉപദ്രവങ്ങളെ ഒരു ദുസ്വപ്നം പോലെ മറക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത്? അയാൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഷിബിക്കയെ സമീപിച്ചിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അയാളുടെ മനസ്സ് മാറുമോ? ഏയ് ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. സംഭവിച്ചാൽ തന്നെ അത് അയാളുടെ അഭിനയം മാത്രമായിരിക്കും. അവൻ്റെ കൂടെ മരിച്ചു ജീവിച്ച റസിയയ്ക്ക് നന്നായിട്ടറിയാമല്ലോ നിസാം എന്ന ആ മൃഗത്തെ. അവളുടെ മുഖത്തെ ചിരി മാറി അവിടെ പേരറിയാത്തൊരു വികാരം നിറയുന്നത് ഷിബിലി കണ്ടു. എന്താ എന്താ പെട്ടെന്ന് എങ്ങനെ ചോദിക്കാൻ കാരണം ഷിബിക്ക? എന്താണ് ഉണ്ടായത്? അവൾ അതേ പിടപ്പോടെ തന്നെ ചോദിച്ചു. അത് ഒന്നുമില്ല റസിയ. അങ്ങനെ സംഭവിച്ചാൽ താൻ അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അവൾക്ക് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ അവനൊന്ന് പരുങ്ങി. അവളെ വിട്ടു കൊടുക്കുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും അവന് വയ്യല്ലോ. അവൾക്ക് വേണ്ടി മാത്രം തുടിക്കുന്നൊരു ഹൃദയമല്ലേ അവൻ്റെ ഉള്ളിൽ. വെറുതെ ചോദിച്ചതാണ്. നിസാമിൻ്റെ വിവാഹക്കാര്യം മറ്റൊരാളുടെ നാവിൽ നിന്നറിയുമ്പോൾ അവൾക്കുണ്ടാകുന്ന ഞെട്ടലും ഹൃദയവേദനയും ഒഴിവാക്കാൻ വേണ്ടിയാണ് അവളോട് എല്ലാം പറയാമെന്ന് വെച്ചത്. ഓഹോ, അപ്പോൾ എൻ്റെ ഉള്ളറിയാൻ വേണ്ടി ചോദിച്ചതാണല്ലേ ഷിബിക്ക? ഇത്രയും ദിവസം കൂടെ നിന്നിട്ടും നിങ്ങളാണെൻ്റെ ലോകമെന്ന് തുറന്നു പറഞ്ഞിട്ടും എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ വേണ്ട ഷിബിക്ക. ഇനി നിങ്ങളെ വിശ്വസിപ്പിക്കാൻ ഭംഗിവാക്ക് പറയാൻ വയ്യ എനിക്ക്. അവനെ കേൾക്കെ എന്തുകൊണ്ടോ റസിയയുടെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടു. സങ്കടവും ദേഷ്യവും കൊണ്ട് റസിയയുടെ കൽബ് വിങ്ങി. താനൊന്നും പറഞ്ഞില്ല. അവളുടെ മൗനം കണ്ട് ഷിബിലി വീണ്ടും ചോദിച്ചു. നിസാമിനെ അവൾ അത്രമേൽ വെറുക്കുന്നുണ്ടെന്ന് അവനറിയാം. എന്നാലും അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് മരണം കൊണ്ടല്ലാതെ ഇനിയൊരിക്കലും നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല ഷിബിക്ക എന്നൊരിക്കൽ കൂടി കേൾക്കാൻ അവൻ ഉള്ളം കൊതിച്ചു. എന്നാൽ അവനെ ഒന്ന് കുഴപ്പിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു റസിയ. നിസാമിനെ കുറിച്ച് ചോദിച്ച് തന്നെ വേദനിപ്പിച്ചതിന് പകരം കുഞ്ഞൊരു വേദന അവനും തിരികെ കൊടുക്കണമെന്ന് അവൾക്ക് തോന്നി. ഇനി ഇതുപോലൊരു ചോദ്യം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. അതിപ്പോ ഷിബിക്ക അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ എന്താ പറയാ? അവളിൽ നിന്ന് പൊടുന്നടനെ എടുത്തടിച്ചതുപോലുള്ളൊരു മറുപടി പ്രതീക്ഷിച്ചവൻ ദേഷ്യമൊട്ടുമില്ലാതെ പതറി പറയുന്ന പെണ്ണിനെ കണ്ട് കണ്ണ് തള്ളിയതുപോലെ നിന്നു. മനുഷ്യനല്ലേ ഷിബിക്ക? തെറ്റ് ചെയ്തവർ തിരുത്താൻ തയ്യാറായി വരുമ്പോൾ അവർക്കൊരു അവസരം കൊടുക്കുന്നത് നല്ലതല്ലേ? വേറെ ആരുമല്ലല്ലോ അയാൾ ഒരിക്കലും എന്നെ നിക്കാഹ് ചെയ്തതല്ലേ? എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉപ്പയല്ലേ? പിന്നെ നിയമപരമായി ഇപ്പോഴും ഞങ്ങളെ ബന്ധം നിലനിൽക്കുന്നുണ്ടല്ലോ. അവൾ പറയുന്നത് കേട്ട് നിൽക്കെ ഷിബിലിയുടെ ഹൃദയം പൊട്ടിപ്പോയി. എൻ്റെ റസിയ അവൾ തന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? എൻ്റെ റസിയ അങ്ങനെയല്ല. അവൾക്കിനി ഒരിക്കലും നിസാമിനെ സ്നേഹിക്കാൻ കഴിയില്ല. നിസാമിനെ എന്നല്ല, ഷിബിലയെ അല്ലാതെ ഒരു പുരുഷനെയും നെഞ്ചിലേറ്റാൻ അവൾക്കിനി കഴിയില്ല. ഓൾ എൻ്റെ റൂഹിൻ്റെ പാതിയല്ലേ? ഹൃദയം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അവളുടെ മറുപടിയിൽ അവനാകെ തരിച്ചുപോയി. ഒരു നിമിഷം ഇരുവർക്കുമിടയിൽ നിശബ്ദത കനത്തു. പ്രിയപ്പെട്ടവൻ്റെ മൗനം തൻ്റെ മറുപടി സമ്മാനിച്ച വേദന കൊണ്ടാണെന്ന് റസിയയ്ക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. കുറച്ച് വേദനിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഷിബിക്ക? റസിയ പുരികമുയർത്തി. പ്രിയപ്പെട്ടവൻ്റെ നെഞ്ചുലഞ്ഞുള്ള മൗനം അവനുള്ള വല്ലാതെ വിങ്ങുന്നത് ആ മുഖത്ത് നോക്കിയാലറിയാം. അതെ ശരിയാ. കഠിനമായ ഹൃദയവേദന അടക്കിയവൻ പറയുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. റസിയയ്ക്ക് ചിരിയും കരച്ചിലും ഒരുമിച്ച് വന്നു. ഉള്ളം വേവുമ്പോഴും പറയുന്നത് കേട്ടില്ലേ ശരിയാണെന്ന്. അയാൾക്ക് ഇനിയും അവസരം കൊടുക്കണമെന്ന് അവൾ ചുടിച്ചു. ശരിയാണോ? പെണ്ണിൻ്റെ ശബ്ദം കനം വെച്ചു. ഷിബിലി അവളുടെ മുഖത്തേക്ക് നോക്കി. റസിയയുടെ കണ്ണും ചുണ്ടും കോർത്തു. പറ ഷിബിക്ക, ഞാൻ ഇനി ആ ദുഷ്ടൻ്റെ കൂടെ പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പറ. ആ നീചനെ ചവിട്ടിയരിക്കാൻ ഞാനും എൻ്റെ കുഞ്ഞും ഇനിയും അവൻ്റെ കായ്ക്കയിൽ പോയി തൊഴുതു നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന വാക്കിന് ഒരു വിലയുമില്ലേ ഷിബിക്ക? എന്നെയും എൻ്റെ കുഞ്ഞിനെയും പൊന്നു പോലെ നോക്കിക്കോളാമെന്ന് വാക്ക് തന്നതല്ലേ എനിക്ക്? ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോൾ അയാൾ വന്നെന്ന് കരഞ്ഞു പറഞ്ഞാൽ വിട്ടുകൊടുക്കാൻ മാത്രം അലിഞ്ഞില്ലാതാവുന്നതാണോ നമ്മുടെ ഈ പ്രണയം? ആണോന്ന് പറ. ചോദിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടം പൊട്ടു. അവൻ്റെ ഷർട്ടിൽ ഇരുകൈയും കൊണ്ട്
അമർത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. നിങ്ങൾക്കിനി മടുത്തത് കൊണ്ടാണോ? അവൾ പറഞ്ഞു തീരും മുമ്പേ അവൻ അവളുടെ വാ പൊത്തിയിരുന്നു. തൊട്ടടുത്ത നിമിഷം അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഷിബിലി. സോറി മോളെ, കരയല്ലേ, എൻ്റെ തെറ്റാ. നിന്നോട് ഞാനിങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ചങ്കിൽ ജീവനുള്ളിടത്തോളം നിന്നെ എനിക്ക് മടുക്കുവോടി. അത് പറയുമ്പോൾ അവൻ്റെ തൊണ്ടയിടറി കണ്ണുകൾ ചെറുതായി നനഞ്ഞു. അവളുടെ തലയിൽ അവൻ തുരുതുരെ ഉമ്മ വെച്ചു. ഒപ്പം അവൻ്റെ കണ്ണിൽ നിന്ന് ഊർന്നു ചാടിയൊരു തുള്ളി കണ്ണുനീർ അവളുടെ തട്ടത്തിൽ ഒളിച്ചു. ഇനി എന്നോട് എങ്ങനെ ചോദിക്കലേ ഷിബിക്ക. സൈക്കൂൽ, എനിക്ക് എൻ്റെ പ്രാണനാണ് നിങ്ങൾ. നിങ്ങളെൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഈ ലോകത്തുണ്ടാവില്ല. റസിയ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി. സോറി മോളെ, ഞാൻ ഇന്ന് റിനി വിളിച്ചിരുന്നു. അവളാണ് പറഞ്ഞത് നിസാമിൻ്റെ വിവാഹം ഉറപ്പിച്ച കാര്യം. അത് നിന്നോട് പറയണമെന്ന് തോന്നി. അതറിയുമ്പോൾ നീ വിഷമിക്കുമോ എന്നൊരു തോന്നലിൽ അറിയാതെ ഞാൻ ചോദിച്ചു പോയതാണ്. സോറി. നിൻ്റെ ഉള്ളിൽ അവനോടുള്ള വികാരം വെറുപ്പ് മാത്രമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരിക്കൽ അവൻ്റെ പെണ്ണായി കയറി വന്ന നീ നാളെ അവൻ്റെ വിവാഹമാണെന്ന് അറിയുമ്പോൾ എന്തുണ്ടാവാനാ ഷിബിക്ക? ഞാൻ കരയുമെന്ന് കരുതിയോ നിങ്ങൾ? അയാൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്താൽ എനിക്ക് വേദനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണോ ഈ റസിയെ നിങ്ങളെ മനസ്സിലാക്കിയത്? അങ്ങനെയാണോ? അവൻ പറഞ്ഞു തീരും മുമ്പ് റസിയ ഇടയിൽ കയറി ചോദിച്ചു. ദേഷ്യവും സങ്കടവും പരിവവുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു ആ ശബ്ദത്തിൽ. ഒരു പക്ഷേ നിങ്ങളെൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ റസിയയ്ക്ക് ചിലപ്പോൾ വേദനിച്ചേനെ. അതൊരിക്കലും അയാളുടെ ഭാര്യയായി തുടരാനുള്ള മോഹം കൊണ്ടൊന്നല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയാണല്ലോ എന്ന് ഓർത്തു മാത്രം. എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന നിങ്ങളെൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനെ അയാളിലേക്ക് നോക്കണം ഷിബിക്ക? അയാളെൻ്റെ കഴുത്തിലെ മഹർ അണിഞ്ഞെന്നേയുള്ളൂ. ഒന്നെ ഭാര്യയായി ഒരു നിമിഷം പോലും കണ്ടിട്ടില്ല. അണിയിച്ച കൈകൊണ്ട് തന്നെ അയാളെൻ്റെ മഹർ പൊട്ടിച്ചെടുത്തോടെ ആ ബന്ധം തീർത്തും പൊഴിഞ്ഞു വീണതാണ്. ഇനി ആ പേര് പോലും കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, ആരെ വേണമെങ്കിലും നിക്കാഹ് കഴിച്ചോട്ടെ. എനിക്ക് നിങ്ങളുണ്ടല്ലോ. ഈ ജന്മം മുഴുവനും എന്നെ സ്നേഹിക്കാൻ റസിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു നിന്നു. ഈ ജന്മം ആ ഒരുവനെ വിട്ടുപോകില്ലെന്ന പോലെ. ഷെറിൻ, നീ പോവാൻ തന്നെ തീരുമാനിച്ചില്ലേ? റൂമിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി വന്ന ഷെറിനെ കണ്ട് ഉൾഭയത്തോടെ റിഞ്ചി ചോദിച്ചു. ഷെറിൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം. മുടിയൊക്കെ നന്നായിട്ട് ചീകി വെച്ചിട്ടുണ്ട്. ഇന്നലെ വാടിയ മുഖത്തോടെ ഇങ്ങോട്ട് കയറി വന്ന ഷെറിനിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് മാറിപ്പോയെന്ന് തോന്നി റിൻഷയ്ക്ക്. ആ മാറ്റത്തിൻ്റെ കാരണവും അവൾക്ക് അറിയാലോ. ഹൃദയം കൊടുത്ത് സ്നേഹിച്ചവൻ തള്ളിപ്പറഞ്ഞപ്പോൾ കേട്ടാൽ അറക്കുന്ന വാക്കുകൾ കൊണ്ടവളെ കുത്തിക്കീറി നോവിച്ചപ്പോൾ ജീവനോടെ മരിച്ചതുപോലെയായിരുന്നു ആ പെണ്ണ്. അവൻ നൽകിയ വേദനയിൽ വന്ന വാശിയാണ് അതിനിത്തിരി വീര്യം കൂടും. എന്നവളുടെ മുഖത്ത് സങ്കടവും തളർച്ചയും ഒന്നുമില്ല. പകരം പകയും പ്രതികാരവും മുറ്റി നിൽക്കുന്ന മറ്റേതൊരു ഭാവം ആ മുഖത്താകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നലെ കരഞ്ഞതിൻ്റെ ബാക്കിയെന്നോണം കൺപോളകളിൽ മാത്രം ചെറുതായി നീരി വെച്ചിട്ടുണ്ട്. എന്ന് തേച്ചാൽ ഷെറിൻ ഇപ്പോഴും നിസാമിൻ്റെ പഴയ കാമുകി തന്നെയാണ്. കിട്ടിയ സ്നേഹം മുഴുവനും കള്ളമായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവനെ സ്നേഹിച്ച ആ മനസ്സ് മരിച്ചു വീണിരുന്നു. മനസ്സില്ലാതെ ജീവിക്കുന്നൊരു വെറുമൊരു ജഡം മാത്രമാണ് ഷെറിനിപ്പോൾ എന്ന് കണ്ടാൽ തോന്നും. നിസാം ക്രൂരനാണ്. ചെകുത്താൻ്റെ ജന്മം. അവനെതിരെ പൊരുതാൻ ഇറങ്ങിയതാണ് ഷെറിനെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് അറിയില്ല. റിൻഷയുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടായിരുന്നെങ്കിലും അവളെ നിരുത്സാഹപ്പെടുത്താനും തോന്നുന്നില്ല. നീ ധൈര്യമായിട്ട് പോയിക്കോറ് ഷെറിൻ. എന്തായാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ നിനക്ക് റെഡിയാണ്. ആ നാറിയെ പൂട്ടുക തന്നെ വേണം. അവൻ തലകുത്തി നിന്ന് ശ്രമിച്ചാലും പുറത്ത് ചാടാൻ കഴിയാത്തൊരു കുരിക്കിട്ട് തന്നെ അവനെ പൂട്ടണം. ഇനി ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ചവൻ കളിക്കരുത്. സ്നേഹ ഷെറിന് കട്ട സപ്പോർട്ടുമായി മുന്നോട്ട് വന്നു. ധൈര്യമായിട്ട് പോയിക്കോ. അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാലേ എന്നെ വിളിക്കണം. ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. ഡോർ വരെ ഷെറിനെ അനുഗമിക്കുമ്പോൾ റിൻഷ വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു. അവരോട് യാത്ര പറഞ്ഞ് നിസാമിൻ്റെ വീട് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഷെറിൻ്റെ ഉള്ളിൽ ഇന്നോളമില്ലാത്തൊരു ധൈര്യമുണ്ടായിരുന്നു. ഒരു ഓട്ടോയിൽ കയറി നിസാമിൻ്റെ വീടിന് മുൻപിൽ വന്നിറങ്ങി ഷെറിൻ. ക്യാഷ് കൊടുത്ത് ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടതിന് ശേഷം അവൾ ഗേറ്റ് തുറന്ന് മുറ്റത്ത് വീണുകിടക്കുന്ന ഇലകളെ ചവിട്ടി നിരിച്ചവൾ മുന്നോട്ട് നടന്നു. നിസാമിൻ്റെ വീടിന് പുറത്തൊന്നും ആരെയും കണ്ടില്ല.
കോളിംഗ് ബെല്ലിന് നേർക്ക് വിരൽ നീട്ടിയതും പുറകിൽ നിന്ന് ആരുടെയോ കാൽപരിമാറ്റം കേട്ടവൾ മുഖം ചിരിച്ചു നോക്കി. മുറ്റത്ത് നിൽക്കുന്ന പെണ്ണിനെ മനസ്സിലാവാതെ നബീസുമ നെറ്റി ചുളിച്ചു. ഒരുമാതിരി പാൻറ്റും ഒരു കുട്ടി ഉടുപ്പുമിട്ട് നിൽക്കുന്ന ആ പെണ്ണിനെ കണ്ടിട്ട് കണ്ണിൽ പിടിച്ചില്ലെങ്കിലും നബീസുമ അടുത്തേക്ക് വന്നു. പഠിച്ചോനെ, ഇനി ഏതാണാവോ ഈ വേഷം കെട്ട്? ആദ്യം മനസ്സിലേക്ക് വന്ന ചോദ്യം ഇതായിരുന്നെങ്കിലും നബീസുമ തിരുത്തി. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഉമ്മ, ഞാൻ നിസാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇതിൽ പോയപ്പോൾ നിസാമിനെ ഒന്ന് കാണാൻ. ആ ഉമ്മയുടെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി കള്ളം പറയുമ്പോൾ ഷെറിൻ എത്ര ധൈര്യം നടിച്ചിട്ടും പതറിയിരുന്നു. എന്നാൽ നബീസുമയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയതില്ല. കാരണം നിസാമിനെ കാണാൻ ഇതിനോടകം തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും അടുപ്പമുള്ളവരുമായിട്ട് കുറേ പേര് വന്നിരുന്നല്ലോ. അവനെ അകത്തുണ്ട്, എൻ്റെ കൂടെ വാ. നബീസുമ ആദ്യം അകത്തേക്ക് കയറി. ഇടത് കാലെടുത്ത് വെച്ചവൾ ആ ഉമ്മയുടെ പുറകെ വീടിനകത്തേക്ക് കയറി. ഹാളിലെ സോഫയിൽ ഇരുന്ന് ഫോണിൽ ഏത് വീഡിയോയും കണ്ട് ചിരിക്കുന്ന നിസാമിനെ കണ്ടതും ഒരു നിമിഷത്തേക്ക് ഷെറിൻ്റെ കാലുകൾ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. താൻ പ്രാണന തുല്യം സ്നേഹിച്ചവനാണ്, താനാണ് അവൻ്റെ ലോകമെന്നും ഞാനില്ലാതെ തനിക്കൊരു ജീവിതമില്ലെന്ന് കള്ളം പറഞ്ഞ് തന്നെ വിശ്വസിപ്പിച്ചവനാണ്. ഉള്ളിൽ ചതി ഒളിപ്പിച്ചു വെച്ച് കാമുകൻ്റെ വേഷം കെട്ടി തകർത്ത് അഭിനയിച്ചവൻ. മോഹവാഗ്ദാനം നൽകി തന്നിൽ നിന്ന് അവന് വേണ്ടതെല്ലാം നേടിയെടുത്ത് ഒരു കറിവേപ്പില പോലെ തന്നെ ഒടുവിൽ വലിച്ചെറിഞ്ഞവൻ. തന്നെ കണ്ണീർ കയത്തിലായിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് ആനന്ദിക്കുന്ന വഞ്ചകനെ കണ്ടപ്പോൾ ഷെറിൻ്റെ ഹൃദയത്തിൽ പക പതഞ്ഞുയർന്നു. അത് അവളുടെ ചിരകളിലൂടെ പകർന്ന് തീയായി ജ്വലിച്ചു. കുഞ്ഞെന്തേ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അടുക്കളവാതിലോളം എത്തിയ നബീസുമയുടെ ചോദ്യം കേട്ടപ്പോഴാണ് നിസാം മുഖമുയർത്ത് നോക്കുന്നത്. ഷെറിനെ കണ്ടതും അവൾ അന്താളിപ്പോടെ അവൻ നോക്കി. ഇന്നത്തെ തൻ്റെ ഭീഷണിയിൽ അവൾ അടങ്ങിക്കാണുമെന്ന് കരുതിയതാണ്. ഇന്നിപ്പോൾ ഒട്ടും നനയ്ക്കാതെ തൻ്റെ വീട്ടിലേക്ക് അവൾ കയറി വന്നിരിക്കുന്നു. നിസാം അവളെ തുറിച്ചു നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും ഷെറിൻ മുഖത്ത് സ്വാഭാവികത വരുത്തി അവൻ്റെ അരികിലേക്ക് വന്നു. ഒരു നിമിഷം പകച്ചുപോയവൻ സ്വബോധം വീണ്ടെടുത്തു. ഷെറിൻ, നീ എന്താ ഇവിടെ? ആ ചോദ്യം അവളുടെ ചുണ്ടിലൊരു ചിരി വരുത്തി. എന്തു പറ്റി നിസാം? എന്നെ ഇവിടെ കണ്ടപ്പോൾ നീ ഞെട്ടിപ്പോയോ? ചിരിയോടെ തന്നെയാണ് ഷെറിൻ സംസാരിക്കുന്നതെങ്കിലും ആ ചോദ്യത്തിൽ മുഴച്ചു നിൽക്കുന്ന പരിഹാസം അവന് മനസ്സിലായി. നിസാം പരിഭ്രമിച്ചുകൊണ്ട് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. നബീസും അടുക്കളയിലേക്ക് പോകുന്നത് അവൻ കണ്ടു. ഇവിടെ ഇപ്പോൾ ഞാനും അവളും മാത്രമേ ഉള്ളൂ എന്നുറപ്പിച്ചതിന് ശേഷം നിസാം ഷെറിൻ്റെ നേർക്ക് തിരിഞ്ഞു. എടീ, എന്തിനാണ് ശവമേ നീ ഇങ്ങോട്ട് വന്നത്? എന്നെ എതിർത്ത് തോൽപ്പിക്കാൻ തന്നെയാണോ നിന്റെ ഉദ്ദേശം? ഞാൻ പലവട്ടം പറഞ്ഞതല്ലടി പുന്നാര മോളെ, എനിക്ക് നിന്നോടൊരു പുല്ലും തോന്നിയിട്ടില്ലെന്ന്. പിന്നെ എന്തിനാണ് നീ എൻ്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നത്? അവളോട് തോന്നിയ അമർഷം മുഴുവനും വാക്കുകളായി കടിച്ചൊതുക്കി നിസാം. മോളെ എന്നെ മാത്രം വിളിച്ച നാവ് കൊണ്ട് തന്നെ ശവമെന്ന് വിളിച്ചത് ഷെറിൻ്റെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ഉണക്കമൊത്താത്ത മുറിവിൽ നിന്ന് വീണ്ടും രക്തം കിനിഞ്ഞിറങ്ങി. ബാഗിനുള്ളിൽ കരുതിയ കുഞ്ഞു കടാര എടുത്ത് അവൻ്റെ ചങ്കിൽ കുത്തിയിറക്കാൻ തോന്നിയ നിമിഷം ചെറുതായൊന്ന് കിതച്ചു പോയവൻ ഷെറിൻ സ്വയം നിയന്ത്രിച്ചു നിന്നു. ഇപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചാൽ തോറ്റുപോകുന്നത് താൻ തന്നെയായിരിക്കും. തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരിയാക്കി അവൻ വിജയിച്ചുകൂടാ. ഷെറിൻ സമനില വീണ്ടെടുത്തു. നിനക്ക് എന്ത് പറ്റി നിസാം? നീ എന്താ എന്നോട് എങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഇതുവരെ പോയപ്പോൾ വെറുതെ നിന്നെ ഒന്ന് കാണാൻ കയറിയതാണോ നീ ഇത്രയൊക്കെ പറയുന്നത്? ഷെറിൻ വരുത്തി തീർത്ത നിഷ്കളങ്കതയോടെ ചോദിച്ചു. അപ്പോൾ ഇവളെന്നോട് പക തീർക്കാൻ വന്നതല്ലേ? എൻ്റെ വിവാഹമാണെന്ന കാര്യം റിൻഷ ഇവളെ അറിയിച്ചില്ലേ? തൊണ്ടയിൽ തടിച്ചെത്തിയ ഒരുപിടി ചോദ്യങ്ങളുമായി നിസാം അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്നോട് റിൻഷ ഒന്നും പറഞ്ഞില്ലേ? നിന്നോട് പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ അവളോട് പറഞ്ഞല്ലോ. റിൻഷ ഇവളോട് ഒന്നും പറഞ്ഞില്ലേ എന്നറിയാൻ വീണ്ടും ചൊയിഞ്ഞു നോക്കി നിസാം. അവൾ എന്നോട് എല്ലാം പറഞ്ഞു. അതിനിപ്പോൾ എന്താ? നമ്മൾ തമ്മിൽ പ്രണയിച്ചു, ശരീരം കൊണ്ടും അടുത്തു. ഇപ്പോൾ നിനക്കെന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് പകരം നീ വേറൊരാളെ കണ്ടെത്തിയെന്നല്ലേ തനിക്ക് പറയാനുള്ളത്? അത് സാരമില്ല. അല്ലെങ്കിലും മനപ്പൊരുത്തമില്ലാത്തവർ ഒരുമിച്ച് ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നിസാമേ. ഭാവമാറ്റമൊന്നും ഇല്ലാതെ ഷെറിൻ്റെ സംസാരം നിസാമിനെ അതിശയിപ്പിച്ചു കളഞ്ഞു. നിന്റെ കൂടെ ഒരു വിവാഹ ജീവിതമൊന്നും ഞാനും ആഗ്രഹിച്ചിട്ടില്ല. ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അങ്ങനെ ആവാമെന്ന് ചിന്തിച്ചു. പക്ഷേ നിനക്ക് പറ്റില്ലെങ്കിൽ വേണ്ട നിച്ചു, അത് വിട്ടുകള. ഷെറിൻ ചിരിച്ചു. അവളുടെ പ്രവൃത്തികൾ ഓരോ നിമിഷവും അവനെ കൂടുതൽ ഞെട്ടിച്ചു. ഞാനേ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ തീരുമാനിച്ചു. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി എല്ലാം മറന്ന് റംസാൻ്റെ മഹർ ഏറ്റുവാങ്ങാൻ തന്നെ തീരുമാനിച്ചു.
നിനക്ക് വേണ്ടാത്ത കുഞ്ഞിനെ ഞാൻ എന്തിനു പ്രസവിക്കണം? അത് ഇനിയുള്ള എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ കല്ല് കടയാൻ പാടില്ല. എനിക്കും വേണ്ട. നാട്ടിൽ ചെന്ന് ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണണം നിസാം. നിസാമിൻ്റെ മുമ്പിൽ തകർത്ത് അഭിനയിച്ചു ഷെറിൻ. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.